കാലുണ്ടെങ്കിൽ ഇറങ്ങി ഓടെങ്കിലും ചെയ്യാം. കാലില്ലാത്ത പെങ്കൊച്ച് എന്തേലും ചെയ്യും. അച്ഛൻ്റെ അമ്മേടെയും കൂടെ എന്നെ കൂടെ ദൈവം കൊണ്ടുപോയെന്ന് എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭർത്താവിനെ എനിക്ക് നോക്കണ്ടേ? നിങ്ങൾ എന്തോരം നിങ്ങൾ പറയണത്? നിങ്ങൾ എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? പോയി നിങ്ങൾ എണീച്ച്. എങ്കിൽ പിന്നെ നീ കൊണ്ടുപോയി നന്നാക്ക്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചേച്ചിയുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ ചേച്ചിയുടെ കുഞ്ഞിന്ന് അനാഥാലയത്തിൽ നിൽക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. എന്തുവാ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ആ അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവിടെയൊക്കെ കയറുന്നവര് ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ കയറി പോകുന്നത് തന്നെ എനിക്ക് വളരെ പാടാ. ഈ വടിയൊന്ന് തെറ്റിയാലും ഈ കാല് ഒന്ന് തെറ്റിയാലും ഈ വലത്തെ കാലായാലും ഇടത്തെ കാലായാലും ഒന്ന് തെറ്റിപ്പോയാൽ അപ്പോഴും അവിടെ വീഴും. വീണ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പെങ്കൊച്ചിനെ ഉപദ്രവിക്കും, ഇഷ്ടം പോലെ ഉപദ്രവിക്കും ഭാര്യനെ. ഒറ്റ അടിക്കൊക്കെ അടിച്ച് തള്ളിയിട്ട് ഓർമ്മയില്ലാതെ ഇവിടെ കിടന്നിട്ടുണ്ട് ഈ പെങ്കൊച്ച്. ആ ഭർത്താവ് ഈ ചേച്ചിയെ മൂന്നിന്റെ അങ്ങോട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ആ ചേച്ചി പറയുന്ന ഭർത്താവിനെ വേണോന്ന് കുടി മാറ്റി നല്ലപോലെ എടുക്കണത്. കുടി മാറി വന്നാൽ നല്ലത് തന്നെ ഞാനും പറയണത്. പക്ഷെ ഇത് മാറുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. അവന്റെ പ്രവർത്തികൾ മോശമെന്ന് നമുക്ക് മനസ്സിലായാണ് ഈ കൊച്ചിനെ ഇവിടെ നിന്ന് മാറ്റിയത് പോലും. ഒരു തവണ മാത്രം കുടിച്ചിട്ട് വന്നപ്പോ ആ മരുന്നെടുത്ത് കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്തായിരുന്നു. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അവൾക്ക് അന്ന് ഇപ്പോഴാണ് അവൾക്ക് 11 വയസ്സുണ്ട്. ആ സമയത്തൊക്കെ ആണെങ്കിൽ അവൾക്ക് ഭയങ്കര ഭയം ഒക്കെയാണ്. ഇപ്പൊ എന്റെ കൊച്ചിപ്പം നല്ലൊരിതായി. മോളെ ആദ്യമൊക്കെ ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ഭയപ്പാടതിനും ഉണ്ടായത്. ഇപ്പോൾ 10 വയസ്സാവാറ ഒരു പെങ്കൊച്ച് ചിലപ്പോൾ ആ തൻ്റെ മോളും മാത്രമേ കാണൂ. എങ്ങനെയാണെന്നുള്ള നമുക്ക് ആർക്കും വിശ്വസിക്കാൻ ഒക്കില്ല. ആ ഒരു ഭയപ്പാട് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഞാൻ തന്നെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, അങ്ങോട്ടോ മാറ്റി അതിനെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കും, ഇവിടെ കൊണ്ടുവന്ന് ചേർത്താക്കൂല. ഞാൻ എപ്പോഴും ഇവിടെ കണ്ടെന്നിരിക്കൂല. ഞാൻ ഉണ്ടെങ്കിൽ എപ്പോഴും കൂടെ വന്ന് നോക്കും, വിളിച്ചപ്പുറത്തിരുത്തും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, അതിനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ചേർക്കാൻ പറഞ്ഞാണ് പഞ്ചായത്തുകാരായിട്ട് ഇടപെട്ട് കൊല്ലത്ത് കൊണ്ടുവന്ന് ചേർത്ത്. അവിടെ ഇപ്പോൾ 1 വർഷമായി പോയിട്ട്. നിങ്ങൾ എപ്പോഴും ഈ വർത്താനം തന്നെ പറയരുത് കുഞ്ഞമ്മ. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ എൻ്റെ ഏതാണ് അവസ്ഥയെന്ന്. നിങ്ങൾ അതൊന്നും ചിന്തിക്കില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്പിൾ 8ാം വാർഡിലാണ്. ഈ ഗിരിജ ചേച്ചി വിളിച്ചിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചേച്ചിയുടെ അമ്മയും അച്ഛനും മരണപ്പെട്ടു പോയതാണ്. ഈ വീട്ടിലാണ് ഈ ചേച്ചി താമസിക്കുന്നത്. ഒരു മകളുള്ളത്. ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ മദ്യപാനം കാരണം ഇവിടെ ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മകളെ ഇപ്പോൾ ഇവിടെ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു അനാഥാലയത്തിലാക്കിയേക്കാണ്. +2 വരെ ഉള്ളതാണ്. ഈ സ്ഥലം വിട്ട് അന്യരാജ്യത്ത് ആ കൊച്ചിനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. അപ്പം നല്ലവനല്ലാത്തതുകൊണ്ടാണ് ആ കുട്ടി അങ്ങോട്ട് പോയത്. ആ മോള് നല്ല ഭംഗിയായിട്ട് പഠിക്കുന്ന മോളായിരുന്നു. ഇവിടെ വന്ന് ഈ പെങ്കൊച്ചിൻ്റെ കൂടെ തള്ളേരുടെ ഉള്ള അക്രമം കൊണ്ട് ആ കൊച്ചിന് പഠിത്തത്തിൽ രാത്രി ശ്രദ്ധ ഇല്ലാതായി, പഠിക്കുകയില്ല. ക്ലാസ്സിൽ ചെന്നിരുന്ന ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്. അന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന 4ാം ക്ലാസ്സിൽ, 5ാ നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ ആയി വന്നിടം തൊട്ട് അതിന്റെ കുഞ്ഞിന്റെ ശ്രദ്ധ മാറി അത് പഠിക്കൂല. ആ ടീച്ചർമാർക്ക് എന്നും പരാതിയായിരുന്നു. വൈക നല്ലതുപോലെ പഠിക്കുമായിരുന്നു, എന്തരാണ് കുഴപ്പമെന്ന് വെച്ച്. പിന്നെ വൈക അച്ഛൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതുപോലെ അച്ഛൻ കുടിച്ചും കൊണ്ട് വീട്ടിൽ വന്ന് ഭയങ്കര ശല്യമാണ്, അങ്ങനെ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല, എന്നെ കൊണ്ട് പഠിക്കാനും ഒക്കൂല എന്ന് പറഞ്ഞാണ്. പിന്നെ ഇത് മുമ്പോട്ടങ്ങ് പോയി. അവൻ്റെ അക്രമങ്ങൾ മുമ്പോട്ടങ്ങ് പോയി വന്നപ്പോഴാണ് ഇങ്ങനെ കൊണ്ടുവന്നു ആക്കിയത്. നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ട് എത്തിച്ചു നോക്ക്. എന്നിട്ട് 80% നല്ലതാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ എത്ര രൂപ ചെലവ് വരും? ചെലവ് പിന്നെ അവിടെ 50,000 രൂപ ആവുമെന്നാണ് ഹോസ്പിറ്റലിൽ ചെലവാകും. പോലീസ് സ്റ്റേഷൻ ആ സാറ് പറഞ്ഞത്. പിന്നെ ഈ പൈസ ചേച്ചിക്കില്ല. പൈസ ഇല്ല. ഭർത്താവിന്, ഈ ചേച്ചിക്ക് ചേച്ചിയുടെ സ്വന്തം ഭർത്താവിനെ തിരിച്ചു വേണം. പക്ഷേ ഭർത്താവിന് മദ്യപാനം മാറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ 50,000 രൂപ ചിലവുണ്ട്. പക്ഷേ ഈ ചേച്ചി ഇപ്പോഴും പറയുന്നത് അമ്മയില്ല, അച്ഛനില്ല. ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് കുടിക്കാത്ത സമയത്ത് നല്ലപോലെയാണ് ഈ ചേച്ചി നോക്കിയിരുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റി ഈ ചേച്ചിക്ക് ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം അതിനുള്ള പൈസ ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിയെടുക്കാനോ ഉള്ള പൈസയൊന്നുമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ പൈസ ഉണ്ടെങ്കിലും നമ്മൾ ആരൊക്കെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ചേച്ചി. ചേച്ചിയുടെ ഭർത്താവ് തന്നെ തീരുമാനിക്കണം മദ്യപാനം മാറ്റണം. ചേച്ചി പറയുന്ന ചേച്ചിയുടെ ഭർത്താവിനെ തിരിച്ചു വേണോന്ന് പറയുന്നത്. ഭർത്താവിനെ വേണ്ടത് നമ്മൾ ആരും പറയില്ല. പക്ഷെ ഈ രീതിയിൽ കുടി അക്രമം ഉള്ളവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഇത് കുറഞ്ഞില്ല, ഈ കുറയ്ക്കാതെ വീണ്ടും ഇവൻ കുടി തുടങ്ങിയിരുന്നാൽ ഏതായിരിക്കും ഗതി? ഈ 2 വീട്ടിലുള്ള ഞങ്ങളെ അവൻ തീർക്കും. ഗിരിജയ്ക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. പിന്നെ അടുത്ത് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് യാതൊരു സഹായത്തിനും എന്നെക്കൊണ്ട് പറ്റൂല. ഒരു ഭർത്താവ് ഉള്ളതാണെങ്കിൽ ഭയങ്കര അക്രമിയും കുടിയും
കുടിച്ച് അവൻ്റെ ഒരു ശല്യം കൊണ്ടാണ് കൊച്ചിനെ കൊല്ലത്ത് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തത് പോലും. ഈ മൊബൈലുകളിലൊക്കെ പലതും കണ്ടുകണ്ടപ്പോൾ വളരെ പേടിയായിട്ടിരിക്കുകയാണ്. ഇവ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിക്കില്ലെന്ന് എന്തൊരു വിശ്വാസമുണ്ട്. ചേച്ചിയുടെ ഈ കാലൊക്കെ ശരിയായി ചേച്ചിക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു വീടൊക്കെ തരാമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും പൈസ കിട്ടുവാണെങ്കിൽ അതിൽ നിന്നൊരു ആ പൈസ എടുത്ത് ചേച്ചിക്ക് ആ വീടൊന്ന് വെച്ചുകൊണ്ട് പണി പൂർത്തിയാക്കി ഈ മോളെ ചേച്ചിയുടെ കൂടെ നിർത്തി ചേച്ചിക്ക് ജീവിച്ചൂടെ? സ്വന്തം കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവ്? ചേച്ചിയുടെ ഇത്രയും ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ് എന്തിനാണ്? ചേച്ചി ഒന്ന് ചിന്തിച്ചേ. അത് ഞാൻ ഇങ്ങനെ തീർത്തുള്ള കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ വാർഡ് മെമ്പറും ഡോക്ടർമാരും എല്ലാവരും പറഞ്ഞ് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി ഒന്ന് 80% നല്ലതാവുന്ന ആൾക്കാരുണ്ട്. കുടിച്ച് പിന്നെ അവര് ആശുപത്രി ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കുടിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. അഴുക്കാണെങ്കിൽ പിന്നെ അങ്ങ് തള്ളി കളഞ്ഞാൽ മതി. എന്നിട്ട് അവർ പറഞ്ഞ് അവർ എന്നെ പഞ്ചായത്ത് ഏറ്റെടുത്ത് അവർ കൊണ്ടുപോയി. ഒത്തിരി നടക്കാനുണ്ടോ ചേച്ചി വീട്ടിലേക്ക്? ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് അവിടം വരെ പോകണം. അവിടെ ചെന്നിട്ട് ലൈലേ കയറി പോവാക്കാത്തോണ്ട് ആ തോട്ടത്തിൽ കൂടെയാണ് ഞാൻ കയറി പോകുന്നത്. കാല് വയ്യാതെ ചേച്ചി എങ്ങനെ ഇതിലേക്ക് നടന്നു പോകും? പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ ജീവിത മാർഗത്തിന് പോയെങ്കിൽ പറ്റൂ. അല്ല നമ്മളെ വേറെ ആരും സഹായിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. ഈ ചെരുപ്പ് ഊരി കഴിഞ്ഞാൽ ആരടിച്ചാലും അവിടെ നിന്ന് അടി കൊള്ളാനേ പറ്റൂ. ഈ ചെരുപ്പിട്ടുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഈ ചെരുപ്പിന് തന്നെ എന്നെ സഹായിച്ച നമ്മളൊരു വാർഡ് മെമ്പറാണ്. അത് തന്നെ ദൈവത്തിന്റെ ഒരു സഹായമാണ്. കാരണം വാർഡ് മെമ്പറാണ്. വാർഡ് ഇത് 16,000 രൂപയാണ്. ആദ്യം എന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത സമയത്തും ആ മെമ്പർ എന്നെ പൈസ എനിക്ക് ഇട്ട് വാങ്ങിച്ചു തന്നത്. ഇപ്പൊ ഈ വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പൊ 3 മാസം ആവത്തേ ഉള്ളു. നല്ലൊരു വാർഡ് മെമ്പർ. നല്ല വാർഡ് മെമ്പർ. എല്ലാ സഹായങ്ങളും എന്റെ ഭർത്താവിന് ഹാർട്ടിന് അസുഖം വന്ന സമയത്തും അവരെന്നെ സഹായിച്ചത് ഇപ്പോഴും ഇതുവരെ. പിന്നെ ഇനി ഞാൻ അവരോട് എങ്ങനെ സഹായം ചോദിക്കും? ഇവിടെ ഉള്ള ആൾക്കാർ മുസ്ലിങ്ങളെ മൊത്തം അവരാ എന്നെ സഹായിച്ചോണ്ട് ഇതുവരെ ഇരിക്കും. ഇത്രയും ദൂരം നടക്കണം അല്ലേ? നടന്നാ പോന്നേ, അല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദിവസം ഞാൻ നടന്ന് ഇവിടെ അവിടെ വന്നതിന് ശേഷമാണ് ഞാൻ വീണ് എന്റെ കാല്, ഈ വലത്തെ കാല്, ഈ ഓപ്പറേഷൻ ചെയ്ത കാല് പൊട്ടലായത്. ഇവിടെ വീണ് പിന്നെ എനിക്ക് എണീക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എന്തോ ഒരു ശബ്ദം പോലെ ഞാൻ എൻ്റെ കാലിൽ കേട്ട് ഞാനങ്ങ് വീണു. പിന്നെ എനിക്ക് എണീക്കാനും വയ്യ, ഒന്നിനും വയ്യായിരുന്നു.